ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ പിശക് കൊണ്ടാണോ പുരുഷന്മാർ ഇങ്ങനെ അശ്ലീല ഡയലോഗുകളും ഡബിൾ മീനിങ് നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെ ഉണ്ട്. കാരണം നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടതാണ്. നമുക്ക് ഓരോ അവതാരകന്മാർ ഇങ്ങനെ വസ്ത്രധാരണത്തെ എതിർത്ത് സംസാരിക്കുന്നവരുടെ നേരെ രോക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ, അയ്യോ, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടേണ്ട അധികാരം സ്ത്രീകൾക്കുണ്ട്, നിങ്ങൾ എന്താണ് പറയുന്നത്? അവർ അത് ഇട്ടത് കൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇടാതിരിക്കാൻ പറ്റൂ, അവരുടെ വേഷം അവരുടെ ഇഷ്ടമാണ്, ജനാധിപത്യം അംഗീകരിച്ച് കൊടുത്തതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് എല്ലാ ചാനൽ ചർച്ചയിലെ അവതാരകന്മാരെങ്ങനെയൊക്കെ പറയും. പക്ഷെ അവൻ്റെയൊക്കെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ല അവൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ നിൽക്കുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭരണഘടന പ്രകാരം നമുക്ക് എല്ലാവർക്കും റോഡിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. പക്ഷെ റോഡിൽ പട്ടിയുണ്ട്, കടിക്കുന്ന പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പട്ടിയുള്ള സമയത്ത് റോഡിൽ ഇറങ്ങൂല, അല്ലെങ്കിൽ പട്ടി കടിക്കുമെന്നുള്ള ശ്രദ്ധയിൽ നമ്മൾ പോകും. ഇത് അങ്ങനെ വേണം കാണാൻ. ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഭയന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്നെ ജീവിക്കണം. അത് പറയാനുള്ള ആർജവം ഇതിനകത്ത് ഒരുത്തനും ഇല്ല. നമുക്ക് ഭരണഘടന പ്രകാരം നമുക്ക് ഇറങ്ങി നടക്കാനുള്ള അവകാശമുണ്ട്. പട്ടിയെ പേടിച്ച് വീട്ടിലിരിക്കേണ്ട അവകാശമില്ല. പക്ഷെ ആ പട്ടികൾ കടിച്ച് കീറും. അങ്ങനത്തെ പട്ടികളാണ്. അതുപോലുള്ളവന്മാരാണ് ഈ ലൈംഗിക താരത്തിലുള്ളവന്മാർ. അവന്മാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അവന്മാർക്കും ഈ പട്ടികളുടെ സ്വഭാവമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ സൂക്ഷിച്ച് പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ, ഇതിപ്പോൾ പറച്ചിൽ നിന്നു എന്തെങ്കിലും ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മൾ ഇഷ്ടംപോലെ ഇത് കാണുന്നുണ്ട്, പീഡനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട്, അയ്യോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത്, ഒരിക്കലും ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം അവന്മാർക്ക് ഇതിലൊരു കേസ് എടുക്കും, ചിലപ്പോൾ അവന്മാർ ജയിലിലാക്കും, അതോടെ തീർന്നു. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഈ ഡബിൾ മീനിങ് വാക്കുകളൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ അടി റോസിൻ്റെ അടുത്ത് തന്നെ ഈ നമ്മുടെ ആ സിനിമയുടെ പേരെന്തോന്നു, പേരൂര് ഓർമ്മയില്ല, മറ്റേ മോഹൻലാൽ മറ്റേ ലക്കി സിംഗിൻ്റെ വേഷം കെട്ടി വന്ന സിനിമ. അതിൽ മോഹൻലാൽ പറയാത്ത വൃത്തികെട്ട വാക്കുകളൊന്നും ബോബി ചെമ്മണ്ണൂർ ഈ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിനാണെങ്കിൽ പറയും, ഞാൻ ഇൻ്റർവ്യൂകളിലാണ് പറഞ്ഞത്, ഞാൻ യഥാർത്ഥ ജീവിതത്തിലല്ല പറഞ്ഞു. ഇൻ്റർവ്യൂകളിൽ ഞാൻ പലതും പറയാറുണ്ട്. അതുപോലെ സിനിമയിലൊക്കെ അങ്ങനെ പറയാറുള്ളത് കേട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഡബിൾ മീനിങ് ആണെന്ന് കേൾക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. പറയുന്നത് അവർ ഡബിൾ മീനിങ് ആണോ അല്ലേ എന്ന് ഡബിൾ മീനിങ് പറഞ്ഞവർ വേണം പറയാൻ. ഞാൻ ഡബിൾ മീനിങ് ഉദ്ദേശിച്ചില്ല. അത് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, അത് അവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വാദിക്കാൻ. നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഹിന്ദു പുരാണത്തിൻ്റെ അനുസരിച്ച്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ബോബി ചെമ്മണ്ണൂര്. കുന്തി ദേവി എന്ന് പറഞ്ഞു, അത് വേറൊരാൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അത് വ്യാഖ്യാനിക്കുന്നതിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വാദിക്കാം. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും, ഇത് ഞാൻ നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇതിനേക്കാൾ വലിയ കേസുകളുള്ളവരാണ് ഈ ഇൻഡസ്ട്രിക്കകത്തുള്ളത് തന്നെ. അവരെയൊന്നും പാപ്പിക്കാൻ പോകാതെ പിണറായി വിജയന് നമ്മളെ മലയാള സിനിമയിൽ ഇത്രയും ആൾക്കാർക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീകളുണ്ട്. അപ്പോൾ അതിലുള്ളവരൊന്നും നമ്മുടെ ഹേമ കമ്മിറ്റി പ്രകാരം അറസ്റ്റ് ചെയ്യാതെ ഇതുപോലുള്ള ചെറിയ ഡബിൾ മീനിങ് പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ആർജവം അതിനൂടെ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, നിയമപരമായിട്ട് എന്തൊക്കെ ഇത് തന്നാലും നമ്മളെ വസ്ത്രധാരണം ശ്രദ്ധിച്ച് തന്നെ പോകണം. അതിപ്പം പലരും സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ വസ്ത്രം എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇല്ലെങ്കിൽ നിങ്ങളെ പട്ടികൾ കടിച്ച് കീറും. അവ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ.